ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നോമ്പ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ അത്താഴത്തിന് എണീറ്റതാണ്. അത്താഴത്തിന് എണീറ്റാൽ എല്ലാവരും വീട്ടിൽ 3 മണി ആ സമയത്ത് എണീറ്റ് 4 മണിയാകുമ്പോഴത്തേന് വേഗം കുക്കിങ്ങൊക്കെ ചെയ്ത് വേഗം കഴിക്കും. പക്ഷേ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നോമ്പിന് നമുക്ക് അത്താഴത്തിന് ഓരോരോ മദ്രസ ഉണ്ടാവുമല്ലോ, ഓരോരോ കമ്മിറ്റിക്കാർ കൂടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാവും ഒരു മാസം. അപ്പോൾ ഈ നോമ്പിൽ നമുക്ക് ഈ അത്താഴത്തിന് ഫുഡ് വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വാങ്ങി. പ്രാവശ്യം ഞങ്ങൾ എന്തായാലും വാങ്ങാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ വാങ്ങി പറഞ്ഞാൽ നമുക്ക് ചൂടുള്ള ചോറ് കഴിക്കുകയും ചെയ്യാം, വീട്ടിൽ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് രാവിലെ കുക്കിങ് വേണ്ട. അപ്പോൾ എന്തായാലും വാങ്ങാൻ വേണ്ടിയിട്ട് പാത്രമൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഏകദേശം ഇവിടെ എടുത്ത് തന്നെയാണ്. എത്ര ഇരിക്കും? 2 കിലോമീറ്ററാണ്. മാക്സിമം ഒരു 5 നിമിഷത്തിനുള്ളിൽ പോയി വരാനാണ്. പക്ഷേ പോകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പോകണം എന്നാണ്. ഒരുപാട് സ്ഥലത്തുണ്ടാവും, കുറേ സ്ഥലങ്ങളിലുണ്ട്. പക്ഷെ നമുക്ക് ഏതാ എളുപ്പച്ചെങ്കിൽ ആ എളുപ്പമുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ വീഡിയോ എടുക്കാൻ കാരണം ചോദിച്ചാൽ, ഞങ്ങളുടെ തമിഴ്നാട്ടിൽ ഇങ്ങനെയും നോമ്പിൻ്റെ കാലത്ത് ഇങ്ങനെയും കുറേ സംഭവങ്ങളുണ്ട് എന്ന് നമ്മൾ പുതിയ സംഭവങ്ങളിൽ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുക. അതേമാതിരി ഇവിടെയും ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുണ്ട്. അതേമാതിരി നാട്ടിലോ ഇല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. കുറേ ബാംഗ്ലൂർ ആ സൈഡൊക്കെ ഉണ്ടെന്നുണ്ടല്ലേ. ഇവിടെ അങ്ങോട്ട് തമിഴ്നാട് വിട്ട കുറേ ബാംഗ്ലൂർ, കർണാടക ആ സൈഡിലൊക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇരിക്കുന്നതോറും സമയം വഴുകും, തിരക്കായിരിക്കും. ഫസ്റ്റ് ചെയ്യാണ്ട് ചിലപ്പോൾ തിരക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ പോയി വരി നിന്നിട്ട് വാങ്ങിയിട്ട് വരണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സമയം 3:15 പോയിട്ട് വന്ന സമയം 4:30. ഈ 1 മണിക്കൂറായി നമുക്ക്. നമ്മൾ എല്ലാ വർഷവും ഒരു സ്ഥലത്തു നിന്നാണ് വാങ്ങൽ. ആ വർഷം അവിടെ പോയപ്പോൾ അവിടെ ഇല്ല. എന്നിട്ട് ഞങ്ങൾ നേരെ എവിടേക്ക് പോയി വെച്ചാൽ നമ്മുടെ സന ഫംഗ്ഷൻ നടന്നില്ലേ, ആ ഒരു മണ്ഡപത്തിൽ 30 ദിവസം ഇതേമാതിരി ഫുഡ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഫുഡ് നമുക്ക് പാർസലില്ല, പോയി കഴിക്കണമെന്നാണ് നമുക്ക്. ഇത് പെണ്ണുങ്ങൾക്ക് തനിയെ ആണുങ്ങൾക്ക് തനിയെ മണ്ഡപത്തിൽ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അവിടുന്ന് തന്നെ ഞങ്ങൾക്കുള്ള ഞങ്ങൾ കഴിച്ചിട്ട് വന്നിട്ട് അതേമാതിരി അവിടുന്ന് കഴിച്ചു. എന്നിട്ട് വേറൊരു സ്ഥലമുണ്ട് ഇതേമാതിരി മദ്രസ സംബന്ധപ്പെട്ടതാണെങ്കിലും അതൊരു പള്ളിയാണോ ഒരു മണ്ഡപമാണോ, അവിടെ ലേഡീസിന് ഫുഡ് കഴിക്കാറില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, പാത്രത്തിൽ വാങ്ങിയിട്ട് വന്നു. ഞങ്ങളത് കഴിച്ചിട്ടാണ് വന്നത്. അപ്പം നമ്മൾ സനാമിയാസിനും ആണല്ലോ സ്കൂളിലേക്കോ അതിനൊക്കെ വന്നിട്ട്. അപ്പോൾ ഓൾക്ക് നോമ്പെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും അതിൽ നമ്മുടെ ലീവുള്ള സമയത്ത് എടുത്തോളേ, നമ്മുടെ കൺവട്ടത്തിൻ്റെ ഉള്ളിലുണ്ടാവും. ഇപ്പോൾ വേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ ഓലെ നോമ്പെടുപ്പിക്കാതിരുന്നത്. അപ്പോൾ ഓൾക്കും നോമ്പെടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓലും എടുത്ത് 2-3 നോമ്പായാലും എടുത്തിട്ട് പ്രാക്ടീസ് എന്തായാലും കൊടുക്കണം. മിയാസാണ് റെഡിയാണ്. മിയാസിന് എന്താണെന്നറിയോ, അപ്പോൾ നമുക്ക് ഇപ്പം ഇന്ന് കിട്ടിയ ഫുഡ് എന്താണെന്നറിയോ, അവിടെ കഴിക്കണവർക്ക് ചിക്കൻ കുറുമ അതൊക്കെ ഉണ്ട്. ഇതേമാതിരി പാർസലുള്ളവർക്ക് പരിപ്പ് ദാളിച്ചെന്ന് പറയും. എല്ലാ കായ്കളും ഇട്ടിട്ടുള്ള വെജിറ്റബിൾസ്. പിന്നെ ഇതിലും ഫുഡുണ്ട്. നല്ല അടിപൊളി നെയ്ച്ചോറ് എന്ന് പറയും, തമിഴ്നാട്ടിലത്തെ കുസ്കാന്നും പറയും, എല്ലാതും പറയും. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ പോയിട്ടുള്ള കിട്ടിയിട്ട് ഫുഡുകൾ. ഓരോരോ ദിവസം ഓരോരോ മാതിരി ഉണ്ടാവും. ചില ദിവസം ഒരു 10 നോമ്പായി കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാവും. ചിലപ്പോൾ നാളെ തന്നെ ബിരിയാണി ഇട്ടാലിടും. അങ്ങനെയൊക്കെ ഉണ്ട്. ഫസ്റ്റ് 4 ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം കുസ്കിയും മട്ടൻ കറിയില്ലേ. ഞങ്ങൾക്ക് കിട്ടിയത് മട്ടൻ കുറുമയും ഇതേമാതിരി കുസ്ക ചോറ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോറ് വാങ്ങാൻ പോകുന്നിടത്തും ബീഫ് മട്ടൻ കുറുമയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് പാർസൽ ചെയ്യുമ്പോൾ അവിടെ കഴിക്കാൻ വരുന്നവർക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. അതേമാതിരി പാർസലുള്ളവർക്ക് ഇങ്ങനത്തെ ഇതൊക്കെയാണ് തരല്. അപ്പോൾ നമുക്ക് നോമ്പിന് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഗൈസ് കിട്ടില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കണം. വാട്ടർ ബോട്ടിൽ ജ്യൂസ്, അങ്ങനെ വെള്ളം കൊണ്ടുള്ള സംബന്ധത്തൊക്കെ ഞാൻ ഉണ്ടാക്കണം. ചായ അല്ല, ബ്ലാക്ക് കോഫി അതേമാതിരി സംബന്ധിച്ചിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ തിന്നിട്ട് നീയത്തെടുത്തിട്ട് നമ്മൾ നമ്മുടെ നോമ്പ് ഇന്ന് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും അത്താഴത്തിന് കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ വീട്ടിൽ അത്താഴത്തിന് എന്താ സ്പെഷ്യൽ വെച്ചെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ അങ്ങനെ അത്താഴം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നമ്മൾ വാട്ടർമെലൺ ജ്യൂസും കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇന്നത്തെ അത്താഴം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ച് ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, തമിഴ്നാട്ടിലുണ്ട്, പാലക്കാട് സൈഡിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നോമ്പ് കഞ്ഞി
അതായത് ജീരകക്കഞ്ഞി എന്നൊക്കെ പറയും. ആ ഒരു കഞ്ഞി എന്തായാലും 30 ദിവസം ഇവിടെ കുട്ടുമ്പോൾ എല്ലാ ആൾക്കാരും ഇവിടുന്ന് വാങ്ങും. അപ്പം അതും വാങ്ങാനുള്ള പാത്രവും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാട്ടർ മെലൺ, കുറച്ച് ചെറിയ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസ് കുറച്ച് വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ മുന്നേ അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മൾ തോനെ സ്റ്റോർ ചെയ്ത് നമ്മൾ ആദ്യം തന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ കഴിയും തോറും അപ്പം വാങ്ങാനായിട്ടായിരുന്നു. അപ്പം നമ്മളത് സ്റ്റോർ ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഭയങ്കര വെയിലാണ്. നമ്മൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ്. രാവിലെ എന്തായാലും നടന്നില്ല. ഇപ്പോൾ വൈകുന്നേരത്തിന് ചിക്കൻ കറി അങ്ങനത്തെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കഞ്ഞിയും വാങ്ങണം, ഫ്രൂട്ട്സും വാങ്ങണം. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ നമ്മളങ്ങനെ തണ്ണിമത്തം വാങ്ങാൻ വേണ്ടിയിട്ട്, ദർപ്പൂസണി എന്ന് പറയും, തണ്ണിമത്തൻ പറയും, ബത്തക്ക എന്ന് പറയും. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കുകയാണ്. കിലോ 20 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കിലോ 20 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ല പഴുത്ത പഴമായിട്ട് ഒരു 3-4 പഴം നമുക്ക് എന്തായാലും വാങ്ങിയിട്ട് പോകണം. ഒരു 3-4 പഴം വാങ്ങിയാൽ ഒരു 4-5 ദിവസത്തിന് കറക്റ്റായിരിക്കും. വെയിലുള്ള കാര്യം കൊണ്ട് ഇടക്കിടക്ക് ഭയങ്കര വെയിലാണ്. വെയിലുള്ള കാര്യം കൊണ്ട് ഇടക്കിടക്ക് നമുക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. നമ്മൾ തണ്ണിമത്തം കിലോ കണക്കിന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങേണ്ടത്. അപ്പം നമ്മൾ തണ്ണിമത്തൻ നമ്മളങ്ങനെ കഞ്ഞി വാങ്ങിയിട്ടുണ്ടായി. ഇന്ന് നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മൾ കേരള മദ്രസ മുഹമ്മദ് പാലത്താണ് കേരള മദ്രസ എന്നാണ് വാങ്ങിയിട്ടുള്ളത്. എല്ലാ പ്രാവശ്യവും നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് വാങ്ങുന്നത്. ഇപ്രാവശ്യം നമ്മൾ എന്ത് കഞ്ഞിയെന്ന് അറിയില്ല. വീട്ടിൽ പോയി കുടിച്ച് നോക്കിയാലും അറിയാം. നമുക്ക് വീട്ടിൽ പോകാൻ എന്തായാലും ബാക്കി നമ്മുടെ വിശേഷങ്ങൾ, നോമ്പ് തുറക്കണ വിശേഷങ്ങൾ ഉണ്ടാവും. അതിലെന്തായാലും ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വെട്ടാൻ റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ കുട്ടികളെ എവിടെ വെച്ചാൽ കുട്ടികൾ സ്വിമ്മിങ് ക്ലാസ്സിന് പോയിക്കുകയാണ്. ഒരു നമ്മൾ വാങ്ങിയിട്ട് വന്ന കഞ്ഞിയും പാടയൊക്കെ കുടിച്ചിട്ട് റെഡിയായിട്ട് പോയിട്ടുണ്ട്. ബാക്കി ഈ ഫ്രൂട്ട്സ് പറഞ്ഞാൽ കുറച്ച് കഴുകി ആ ഒരു നോമ്പ് തുറക്കണതിൻ്റെ ഏകദേശം ഒരു 10 മിനിറ്റ് മുന്നേ വെട്ടി വെക്കുകയാണ് നല്ലത്. അപ്പോഴാണ് കഴിക്കാതുണ്ടാവുള്ളൂ. ജ്യൂസ് ആണെങ്കിൽ പോലും. അപ്പം എന്താണ് ജ്യൂസ് ഐറ്റംസിൽ എന്താണെന്ന് വെച്ചാൽ ബത്തക്ക. ഇതിൻ്റെ പേര് അതിൽ 3-4 പേരുണ്ട്. ബത്തക്ക ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഇതിനെന്താ പറയുക, കോസാപ്പഴം, ദർപ്പൂസണി, അവിടെ ഇംഗ്ലീഷിൽ എപ്പോഴും വാട്ടർ മെലനാണ്. ഓരോ സ്ഥലത്തും ഓരോ പേര്. തണ്ണിമത്തൻ, പിന്നെ മുന്തിരി ഉണ്ട്, ഒരേ ഒരു അനാറ് മതി, പിന്നെ ഒരു കൊയ്യാക്ക. നമ്മൾ 2 ആളുള്ള കാരണം കൊണ്ട് നമുക്കിത് മതി. പിന്നെ ഒരു 3 ഓറഞ്ച്. ഈ 2 സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ദാഹം മാറ്റാനും കുറച്ച് എനർജിക്കുള്ളത്. അപ്പോൾ ഈ പപ്പായ എന്തിനാണ് കഴിക്കുന്നത്? അതൊരു പഴം എന്നുള്ള പേരിൽ പപ്പായ കഴിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൂട്ട്സ്. നമുക്ക് എന്തൊക്കെയൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതും ഇല്ലാണ്ട് നോമ്പായാൽ എല്ലാവരും ഒരുപാട് വീട്ടിൽ എണ്ണക്കടികളുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മൾക്ക് പ്രാവശ്യം നമ്മൾക്ക് വേണ്ട, അവോയ്ഡ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലായത് കാരണം കൊണ്ടാണ് നമ്മളിത് വാങ്ങാതിരുന്നത്. പക്ഷെ കുട്ടികൾക്ക് നമ്മൾ വാങ്ങിക്കൊടുത്തുക്കണം കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഓൾക്ക് നമ്മൾ എന്താ വാങ്ങി വെച്ചാൽ പരിപ്പുവടയും ചിക്കൻ റോളും പിന്നെ ഒരു മോമോസ്മാര് 2 സമൂസ. ആൾക്ക് 2 അതിൻ്റെ മേലെ ബാക്കിയായാലും തിന്നാനും പറ്റില്ല. കാരണം കൊണ്ട് ഓല അതൊക്കെ കഴിച്ചിട്ട് ഓല് പോയിട്ടുണ്ട്. ഇനി നമുക്കുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ ഇന്നൊന്ന് വെട്ടി പാത്രത്തിൽ സെറ്റാക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നോമ്പ് നല്ല റാഹത്തിലായി പോയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ നാട്ടിൽ വെയിൽ എങ്ങനെയാണ്, എല്ലാവർക്കും ഫസ്റ്റ് നോമ്പിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്നും അറിയില്ല. ഏകദേശം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാത്ത കാരണം കൊണ്ട് ആ പൊരിയും വെയിലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 3-3:30 സമയത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട്. അവിടെ വല്ലാണ്ട് നമുക്ക് അറിയുന്നില്ല. അതുമില്ലാണ്ട് വല്ലാണ്ട് ചൂടില്ല അല്ലേ. ഇന്ന് വല്ലാണ്ട് ചൂട് ഞങ്ങൾക്കില്ല. നാട്ടിലൊക്കെ എങ്ങനെയൊക്കെ ചൂട് എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരുടെ വീട്ടിലും എന്തൊക്കെയായിരുന്നു അത്താഴം മുതൽ നോമ്പ് ഇറക്കണവർക്കും എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ ഇതാക്കി. അതുമില്ലാണ്ട് ഒരുപാട് പേര് ഇതും കിട്ടാണ്ടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് നോമ്പ് ഇറക്കണവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഇതുമാതിരി കഴിക്കണവർ എന്ത് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. നമുക്കിത് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് പറയും, അള്ളാഹുവിനോട് നന്ദി പറയും. ഇല്ലാത്തവരെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ കിട്ടുന്നത് വെച്ച് നമ്മൾ സന്തോഷത്തോടെ നോമ്പ് തുറക്കണം. ആഡംബരമായിട്ട് വലുതൊന്നും ഇല്ല. ഇത് എപ്പോഴും പോലെ വീട്ടിൽ കഴിക്കാൻ വെക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ എക്സ്ട്രാ അധികമൊന്നും വേണ്ട കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ നാളത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വ്ളോഗിലൊക്കെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.